ഹലോ സ്റ്റുഡൻസ്, എന്റെ പേര് ഷംന, ലേൺ വോയിസിലെ ഫാക്കൽറ്റി ആണ്. MBAയുടെ ഓർഗനൈസേഷൻ തിയറി ആൻഡ് ഡിസൈൻ എന്ന് പറയുന്ന പേപ്പറിന്റെ ഇൻട്രൊഡക്ഷൻ വീഡിയോ നിങ്ങൾ കണ്ടു കാണും അല്ലേ? സോ ആ ഒരു വീഡിയോയിൽ നമ്മൾ ഈ ഒരു പേപ്പറിൽ ഓർഗനൈസേഷൻ തിയറി ആൻഡ് ഡിസൈൻ എന്ന് പറയുന്ന ഈ ഒരു പേപ്പറിൽ എന്തൊക്കെയാണ് വരുന്നത്, എത്ര ബ്ലോക്ക് ഉണ്ട്, ഏതൊക്കെ ടോപ്പിക്സ് ആണ് ഈ ഒരു പേപ്പറിൽ വരുന്നത് എന്നൊക്കെ നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് നോക്കിയല്ലേ? സോ ഇനി നമുക്ക് ഓരോ ബ്ലോക്കും ഡീറ്റെയിൽ ആയിട്ട് ഡിസ്കസ് ചെയ്യാം. ഇന്ന് നമ്മൾ ബ്ലോക്ക് 1 ആണ് ഡിസ്കസ് ചെയ്യുന്നത്. ബ്ലോക്ക് 1 തന്നെ യൂണിറ്റ് 1 ആണ് ഇന്നത്തെ ഒരു വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. സോ ബ്ലോക്ക് 1 എന്ന് പറയുന്നത് അണ്ടർസ്റ്റാൻഡിങ് ഓർഗനൈസേഷൻസ് ആണ്. ഈ ബ്ലോക്ക് 1 തന്നെ 3 ചാപ്റ്റേഴ്സ് ആണ്, അതായത് 3 യൂണിറ്റ് ആണ് വരുന്നത്. യൂണിറ്റ് 1 അപ്രോച്ചസ് ടു അണ്ടർസ്റ്റാൻഡിങ് ഓർഗനൈസേഷൻ, യൂണിറ്റ് 2 തിയോറിറ്റിക്കൽ ഫ്രെയിംവർക്സ്, യൂണിറ്റ് 3 ഓർഗനൈസേഷണൽ എഫക്റ്റീവ്നെസ്. സോ ഇന്ന് നമ്മൾ യൂണിറ്റ് 1 ആണ് ഡിസ്കസ് ചെയ്യുന്നത്. യൂണിറ്റ് 1 അപ്രോച്ചസ് ടു അണ്ടർസ്റ്റാൻഡിങ് ഓർഗനൈസേഷൻസ് പാർട്ട് 1. അതായത് നമ്മൾ ഈ ഒരു യൂണിറ്റ് 1 അപ്രോച്ചസ് ടു അണ്ടർസ്റ്റാൻഡിങ് ഓർഗനൈസേഷന്റെ പാർട്ട് 1 ആണ് ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. ഒരു യൂണിറ്റിൽ, അതായത് അപ്രോച്ചസ് ടു അണ്ടർസ്റ്റാൻഡിങ് ഓർഗനൈസേഷനിൽ വരുന്ന പ്രധാനപ്പെട്ട ടോപ്പിക്സുകൾ ഏതൊക്കെയാണ് നമുക്ക് നോക്കാം. അതിൽ വരുന്ന ഫസ്റ്റ് ടോപ്പിക് ആണ് മീനിങ് ആൻഡ് ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് ഓർഗനൈസേഷൻ. സെക്കൻഡ് വൺ ഓർഗനൈസേഷൻ ആസ് സിസ്റ്റം. തേർഡ് വൺ അപ്രോച്ചസ് ടു ഓർഗനൈസേഷൻ. ആൻഡ് ലാസ്റ്റ് ടോപ്പിക് എന്ന് പറയുന്നത് ദ 7S മോഡൽ ആണ്. സോ ഇനി നമുക്ക് ഓരോ ടോപ്പിക്കും ഡീറ്റെയിൽ ആയിട്ട് നോക്കാം. ആദ്യത്തെ ടോപ്പിക് ആണ് മീനിങ് ആൻഡ് ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് ഓർഗനൈസേഷൻ. അതായത് നമ്മൾ ഓർഗനൈസേഷന്റെ മീനിങ്ങും അതുപോലെ തന്നെ അതിന്റെ ക്യാരക്ടറിസ്റ്റിക്സ്, അതായത് അതിന്റെ ഫീച്ചേഴ്സ്, സവിശേഷതകളൊക്കെയാണ് ഫസ്റ്റ് നമ്മൾ നോക്കുന്നത്. ഈ ഓർഗനൈസേഷൻ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം അല്ലെ, ഒരു കോമൺ ഗോൾ അല്ലെങ്കിൽ ഒരു കോമൺ ഒബ്ജക്റ്റീവ് അച്ചീവ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു കൂട്ടം ആളുകൾ ചേർന്ന് ഒരുമിച്ച് പ്രവർത്തിക്കുന്നതിനെയാണ് നമ്മൾ സിമ്പിൾ ആയിട്ട് എന്തെന്ന് പറയാ, ഓർഗനൈസേഷൻ എന്ന് പറയുന്നത്. ഈ ഓർഗനൈസേഷൻ എന്ന് പറയുന്ന ടേം ഡിറൈവ് ചെയ്തിട്ടുള്ളത് ഗ്രീക്ക് വേർഡ് ആയിട്ടുള്ള ഓർഗനോൺ എന്ന് പറയുന്ന വേർഡിൽ നിന്നാണ്. സോ ഗ്രീക്ക് വേർഡ് ആയിട്ടുള്ള ഓർഗനോൺ എന്ന് പറയുന്ന വേർഡിൽ നിന്നാണ് നമ്മുടെ ഓർഗനൈസേഷൻ എന്ന് പറയുന്നുള്ള ടേം ഡിറൈവ് ചെയ്തിട്ടുള്ളത്. സോ ഈ ഒരു ഓർഗനോൺ എന്ന് പറഞ്ഞാൽ ടൂൾ അല്ലെങ്കിൽ ഇൻസ്ട്രുമെന്റ് എന്നൊക്കെയാണ് പറയുക. സോ ഓർഗനൈസേഷൻ എന്ന് പറയുന്ന ടേം ഡിറൈവ് ചെയ്തിട്ടുള്ളത് ഗ്രീക്ക് വേർഡ് ആയിട്ടുള്ള ഓർഗനോൺ എന്ന വേർഡിൽ നിന്നാണ്. അതുപോലെ തന്നെ ഇപ്പൊ ഞാൻ പറഞ്ഞു അല്ലെ, ഒരു കൂട്ടം ആളുകൾ ഒരുമിച്ച് നിന്ന് പ്രവർത്തിക്കുന്നതിനെയാണ് നമ്മൾ എന്തെന്ന് പറയാ, ഓർഗനൈസേഷൻ എന്ന് പറയുന്നത്. സോ അതുകൊണ്ട് തന്നെ നമ്മൾ ആ ഒരു കോമൺ ഗോൾ അല്ലെങ്കിൽ ഒരു നമ്മൾ ഉദ്ദേശിക്കുന്ന റിസൾട്ടിലോട്ട് എത്തിച്ചേരാൻ വേണ്ടിയിട്ട് നമ്മൾ ആ ഒരു ഓർഗനൈസേഷനിലെ അതുപോലെ തന്നെ നമ്മൾ ഹ്യൂമൻ ബീങ്സിനെയൊക്കെ കോർഡിനേറ്റ് ചെയ്യണം, അതുപോലെ തന്നെ അവരെ ഇൻഫ്ലുവൻസ് ചെയ്യണം, കൺട്രോൾ ചെയ്യേണ്ടിയൊക്കെ വരും അല്ലെ. നമ്മളെ ഹ്യൂമൻ ബിഹേവിയറിനെ, അതായത് ആളുകളുടെ പെരുമാറ്റത്തെ നമ്മൾ എന്ത് ചെയ്യേണ്ടി വരും, കോർഡിനേറ്റ് ചെയ്യേണ്ടി വരും, ഇൻഫ്ലുവൻസ് ചെയ്യേണ്ടി വരും, കൺട്രോൾ ചെയ്യേണ്ടി വരും. സോ ഇപ്പൊ ഒരു ഓർഗനൈസേഷൻ എന്ന് പറയുമ്പോൾ പലതരത്തിലുള്ള ബിസിനസ്സുകളൊക്കെയാണ് നടത്തുക. സോ അതിനുവേണ്ടി നമ്മൾ പല ആൾക്കാരുടെ പെരുമാറ്റത്തെയും നമ്മൾ എന്ത് ചെയ്യണം, കോർഡിനേറ്റ് ചെയ്യണം, ഇൻഫ്ലുവൻസ് ചെയ്യണം, കൺട്രോൾ ചെയ്യണം. ഈ ഒരു വഴിയിലൂടെയൊക്കെ നമ്മൾ എന്ത് ചെയ്യണം, ആ ഒരു നമ്മൾ ഉദ്ദേശിച്ചിട്ടുള്ള റിസൾട്ട് നമ്മൾ അച്ചീവ് ചെയ്യണം. സോ ഇങ്ങനെയുള്ള ഇപ്പൊ നിരന്തരം നമ്മളൊരു ഹ്യൂമൻ ബിഹേവിയറിനെ കോർഡിനേറ്റ് ചെയ്യുക അല്ലെങ്കിൽ ഇൻഫ്ലുവൻസ് ചെയ്യുക, കൺട്രോൾ ചെയ്യുന്നതിനൊക്കെയാണ് നമ്മൾ കോമൺ ആയിട്ട് ഓർഗനൈസേഷൻ എന്ന് പറയുന്നത്. സോ അക്കോർഡിംഗ് ടു ചെസ്റ്റർ ഐ ബെർണാഡ്, an organization is a system of consciously coordinated activities or forces of two or more persons. അതായത് ചെസ്റ്റർ ഐ ബെർണാഡ് ഓർഗനൈസേഷനെ ഡിഫൈൻ ചെയ്തിട്ടുള്ളത് എങ്ങനെയെന്ന് വെച്ചാൽ, ഈ ഓർഗനൈസേഷൻ എന്ന് പറയുന്നത് a system of consciously coordinated activities or forces of two or more persons. ഈ ഓർഗനൈസേഷൻ എന്ന് പറഞ്ഞാൽ രണ്ടോ അല്ലെങ്കിൽ അതിലധികമോ വ്യക്തികൾ ചേർന്നിട്ട് അവര് ബോധപൂർവം കോൺഷ്യസ്ലി ആക്ടിവിറ്റീസിനെയൊക്കെ കോർഡിനേറ്റ് ചെയ്തിട്ട് നമ്മൾ ആ ഒരു ഡിസൈഡ് അല്ലെങ്കിൽ നമ്മൾ ഉദ്ദേശിച്ചിട്ടുള്ള റിസൾട്ടിലോട്ട് എത്തിച്ചേരുന്ന ഒരു സിസ്റ്റത്തെയാണ് നമ്മൾ എന്തെന്ന് പറയുക, ഓർഗനൈസേഷൻ എന്ന് പറയുന്നത്. എ സിസ്റ്റം ഓഫ് കോൺഷ്യസ്ലി കോർഡിനേറ്റഡ് ആക്ടിവിറ്റീസ് ഓർ ഫോഴ്സസ് ഓഫ് ടു ഓർ മോർ പേഴ്സൺസ്. അതായത് നമ്മൾ ഇപ്പോ ഒന്നിലധികം ആൾക്കാർ, രണ്ടോ അതിലധികമോ ആൾക്കാർ ചേർന്നിട്ട് ബോധപൂർവം ആക്ടിവിറ്റീസിനെയൊക്കെ കോർഡിനേറ്റ് ചെയ്യുന്ന ഒരു സിസ്റ്റത്തെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്, ഓർഗനൈസേഷൻ എന്ന് പറയുന്നത്. സോ ഓർഗനൈസേഷൻ എന്ന് പറയുന്ന ടേം ഡിറൈവ് ചെയ്തിട്ടുള്ളത് ഗ്രീക്ക് വേർഡ് ആയിട്ടുള്ള ഓർഗനോൺ എന്ന വേർഡിൽ നിന്നാണ്. ഈ ഓർഗനൈസേഷൻ സിമ്പിൾ ആയിട്ട് പറയുകയാണെങ്കിൽ നമ്മളെ ഒരു കോമൺ ഗോൾ അല്ലെങ്കിൽ ഒരു കോമൺ ഒബ്ജക്റ്റീവ് അച്ചീവ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു കൂട്ടം ആളുകൾ ഒരുമിച്ച് നിന്ന് പ്രവർത്തിക്കുന്നതിനെയാണ് നമ്മൾ സിമ്പിൾ ആയിട്ട് എന്തെന്ന് പറയാ, ഓർഗനൈസേഷൻ എന്ന് പറയുന്നത്. സോ ഇനി നമുക്ക് ഇതിന്റെ ക്യാരക്ടറിസ്റ്റിക്സ് നോക്കാം.
ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് ഓർഗനൈസേഷന് എന്തൊക്കെ ക്യാരക്ടറിസ്റ്റിക്സ് ഉണ്ട്, എന്തൊക്കെ ഫീച്ചേഴ്സ്, എന്തൊക്കെ സവിശേഷതകളാണ് വരുന്നത് എന്നാണ് ഇനി നമ്മൾ നോക്കാൻ പോകുന്നത്. സോ ഈ ഫീച്ചേഴ്സ് ഒക്കെ കൊണ്ടുവന്നിട്ടുള്ളത് മാക്സ് വെബർ ആണ്. സോ മാക്സ് വെബർ ആണ് ഈ ഒരു ഫീച്ചേഴ്സ്, ഓർഗനൈസേഷന്റെ ഇത്രയും ഫീച്ചേഴ്സ് ഐഡന്റിഫൈ ചെയ്തിട്ടുള്ളത്. സോ ഫസ്റ്റ് ഫീച്ചർ അല്ലെങ്കിൽ ഫസ്റ്റ് ക്യാരക്ടറിസ്റ്റിക്സ് എന്ന് പറയുന്നത് ദ ഓർഗനൈസേഷൻ ഹാസ് ട്രാൻസ്പെറന്റ് ആൻഡ് ഡെഫിനിറ്റ് ബൗണ്ടറീസ്. അതായത് ഓർഗനൈസേഷൻ എന്ന് പറയുന്നത് ട്രാൻസ്പെറന്റ് ആണ്, അതുപോലെ തന്നെ അതിന് അതിൻ്റെതായിട്ടുള്ള എന്തുണ്ട്, ബൗണ്ടറീസ് ഉണ്ട്. ഓർഗനൈസേഷനെ എന്തായിട്ടാണ് കണക്കാക്കുന്നത്, ഒരു സോഷ്യൽ യൂണിറ്റ് ആയിട്ടാണ് കണക്കാക്കുന്നത്. സോ അത് നമ്മൾ ചിലപ്പോൾ നമുക്കത് ക്ലോസ് ചെയ്യേണ്ടി വരും, അല്ലെങ്കിൽ നമ്മൾ ഔട്ട്സൈഡ്, ഇപ്പോൾ പുറത്തുനിന്നുള്ള ആൾക്കാർ നമ്മളെ ഓർഗനൈസേഷനിലേക്ക് വരുന്നതിന്റെ ലിമിറ്റ്സ് നമുക്ക് കുറയ്ക്കേണ്ടി വരും അല്ലെ. സോ അതുകൊണ്ട് തന്നെ നമ്മളൊരു ഓർഗനൈസേഷനെ എന്തായിട്ടാണ് കണക്കാക്കുന്നത്, ഒരു സോഷ്യൽ യൂണിറ്റ് ആയിട്ടാണ് കണക്കാക്കുന്നത്. അതുപോലെ തന്നെ ഓർഗനൈസേഷന് എന്തുണ്ട്, അതിന് അതിൻ്റെതായിട്ടുള്ള ഒരു ഓൺ ഐഡന്റിറ്റി ഉണ്ട് എന്ന് പറഞ്ഞാൽ അതിന് അതിൻ്റെതായിട്ടുള്ള ഒരു ഐഡന്റിറ്റി ഉണ്ട്. സോ അതാണ് ഫസ്റ്റ് ഫീച്ചറിൽ പറയുന്നത്. ഫസ്റ്റ് ഫീച്ചർ എന്ന് പറയുന്നത് അല്ലെങ്കിൽ ഫസ്റ്റ് ക്യാരക്ടറിസ്റ്റിക്സ് എന്ന് പറയുന്നത് ദ ഓർഗനൈസേഷൻ ഹാസ് ട്രാൻസ്പെറന്റ് ആൻഡ് ഡെഫിനിറ്റ് ബൗണ്ടറീസ്. ഓർഗനൈസേഷൻ ട്രാൻസ്പെറന്റ് ആണ്, അതുപോലെ തന്നെ അതിന് അതിൻ്റെതായ ബൗണ്ടറീസും ഉണ്ട്. ഇനി രണ്ടാമത്തെ ഫീച്ചർ നോക്കാം. രണ്ടാമത്തെ ഫീച്ചർ ആണ് ദ ഓർഗനൈസേഷൻ ഹാസ് എ സെൻട്രൽ കോഓർഡിനേഷൻ സിസ്റ്റം. അതായത് ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ നമ്മുടെ വീട്ടിലൊക്കെ ആരേക്കാരം ഡിസിഷൻസ് ഒക്കെ എടുക്കുന്നത്, നമ്മളെ പാരന്റ്സ് അല്ലേ, അല്ലെങ്കിൽ നമ്മളിപ്പോ മുത്തശ്ശൻ മുത്തശ്ശി അവരൊക്കെ ഉണ്ടെങ്കിൽ അവരായിരിക്കും വലിയ വലിയ തീരുമാനങ്ങളൊക്കെ എടുക്കുന്നത്. അതുപോലെ തന്നെ നമ്മുടെ ഓർഗനൈസേഷൻ എന്തുണ്ട്, ഒരു ഫൈനൽ അതോറിറ്റി ഉണ്ട്, ഒരു അതോറിറ്റി ഉണ്ട് ഈ ഡിസിഷൻസ് എടുക്കാനും നടപ്പിലാക്കാനും ഒക്കെ എന്തുണ്ട്, ഒരു ഫൈനൽ അതോറിറ്റി ഉണ്ട്. സോ അതാണ് ഈ ഒരു ദ ഓർഗനൈസേഷൻ ഹാസ് എ സെൻട്രൽ കോഓർഡിനേഷൻ സിസ്റ്റത്തിൽ പറയുന്നത്. നമ്മളെ ഡിസിഷൻസ് ഉണ്ടാക്കാനും അതുപോലെ തന്നെ ബാക്കിയുള്ള ആളുകളിൽ നിന്നും നമ്മളിങ്ങനെ ഓരോ ഡിസിഷൻസ് അല്ലെങ്കിൽ ഓരോ കാര്യങ്ങൾ ചോദിച്ചിട്ട് നല്ല ഡിസിഷൻസ് ഉണ്ടാക്കാനും അത് നടപ്പിലാക്കാനും ഒക്കെ ഒരു ഫൈനൽ അതോറിറ്റി ഉണ്ട് എന്നാണ് പറയുന്നത്. അതുപോലെ തന്നെ ലീഡേഴ്സ്, കാര്യങ്ങൾക്ക് ആക്ടിവിറ്റീസ് ഒക്കെ മാനേജ് ചെയ്യാൻ വേണ്ടിയിട്ട് ലീഡേഴ്സും പ്രവർത്തിക്കുന്നുണ്ട് എന്നാണ് പറയുന്നത്. അതാണ് സെക്കൻഡ് ക്യാരക്ടറിസ്റ്റിക്സിൽ പറയുന്നത് ദ ഓർഗനൈസേഷൻ ഹാസ് എ സെൻട്രൽ കോഓർഡിനേഷൻ സിസ്റ്റം. ഇപ്പൊ നമ്മളെ വീട്ടിലെ കാര്യങ്ങളൊക്കെ തീരുമാനിക്കുന്നത് പോലെ തന്നെ ഓർഗനൈസേഷനിലെ കാര്യങ്ങളൊക്കെ തീരുമാനിക്കാൻ അവിടെ ആരുണ്ട്, ഒരു ഫൈനൽ അതോറിറ്റി ഉണ്ട്. അടുത്ത ക്യാരക്ടറിസ്റ്റിക്സ് ആണ് ദ ഓർഗനൈസേഷൻ ഈസ് ഡിഫറൻഷിയേറ്റഡ് ഇന്റേണലി. അതായത് ഇപ്പോ നമ്മളെ ഓർഗനൈസേഷന്റെ ഉള്ളിലെ റോൾസ് ഒക്കെ നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ടായിരിക്കും, ഡിഫറൻഷിയേറ്റ് ചെയ്തിട്ടുണ്ടായിരിക്കും, അതുപോലെ തന്നെ കോഡിഫൈഡ് ചെയ്തിട്ടുണ്ടായിരിക്കും. അതായത് നമ്മളിപ്പോ ഓർഗനൈസേഷന്റെ ഉള്ളിലെ റോളുകളൊക്കെ നമ്മളിപ്പോ പഴയ റോളുകളിൽ നിന്നും, അതായത് ഫോർമലായിട്ട് എസ്റ്റാബ്ലിഷ് ചെയ്തിട്ടുള്ള റോളുകളിൽ നിന്നും നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ടാവും, വ്യത്യാസപ്പെടുത്തിയിട്ടുണ്ടാവും, അല്ലെങ്കിൽ നമ്മൾ കോഡിഫൈ ചെയ്തിട്ടുണ്ടായിരിക്കും. അത് എന്തിനു വേണ്ടിയിട്ടാണ്, നമ്മൾ ഓർഗനൈസേഷനിലെ കാര്യങ്ങളൊക്കെ സ്മൂത്ത് ആയി നടക്കാനൊക്കെ വേണ്ടിയിട്ടായിരിക്കും. സോ ഈ ഡിസിഷൻസ് ഒക്കെ ആരായിരിക്കും എടുക്കുക, ഡിസിപ്ലിൻഡ് ആയിട്ടുള്ളതും അതുപോലെ തന്നെ സ്പെഷ്യലൈസ്ഡ് ആയിട്ടുള്ളതും കണ്ടിന്യൂസ്ലി ആൻഡ് റേഷണലി ഓപ്പറേറ്റിംഗ് സ്റ്റാഫ് എന്നാ പറയുന്നത്. അതായത് നല്ല ഡിസിപ്ലിൻ ആയിട്ടുള്ള, നല്ല സ്പെഷ്യലൈസ്ഡ് ആയിട്ടുള്ള, അതുപോലെ തന്നെ കണ്ടിന്യൂസ്ലി റേഷണലി ഒക്കെ ആയിട്ടുള്ള ഒരു നല്ലൊരു ഓപ്പറേറ്റിംഗ് സ്റ്റാഫ് ആയിരിക്കും ഈ ഡിസിഷൻസ് ഒക്കെ എടുത്തിട്ടുണ്ടായിരിക്കുക. അതാണ് മൂന്നാമത്തെ ദ ഓർഗനൈസേഷൻ ഈസ് ഡിഫറൻഷിയേറ്റഡ് ഇന്റേണലി എന്ന ക്യാരക്ടറിസ്റ്റിക്സിൽ പറയുന്നത്. ഇനി നാലാമത്തെ ക്യാരക്ടറിസ്റ്റിക് ആണ് the organization is legitimate. The organizational order, including the distribution of authority, power and responsibilities is legitimate. അതായത് ഇവിടെ പറയുന്നത് എന്താന്ന് വെച്ചാല് ഓർഗനൈസേഷനിലെ ഓർഡേഴ്സ്, അതായത് ഇപ്പോൾ അതോറിറ്റിയുടെ ഡിസ്ട്രിബ്യൂഷൻ ഓഫ് അതോറിറ്റി, അതുപോലെ തന്നെ പവേഴ്സ്, റെസ്പോൺസിബിലിറ്റീസ്, ഇതൊക്കെ എന്താണ്, ലെജിറ്റിമേറ്റ് ആണ് എന്നാണ് പറയുന്നത്, നിയമാനുസൃതമാണ് എന്നാണ് പറയുന്നത്. അതായത് ഇപ്പോ ഗവൺമെന്റ് കുറെ ഓർഡേഴ്സും റൂൾസും ഒക്കെ പുറപ്പെടുവിക്കും അല്ലെ. സോ നമ്മൾ അതൊക്കെ പാലിക്കാൻ ബാധ്യസ്ഥരാണ്. അതുപോലെ തന്നെ നമ്മുടെ ഈ ഒരു ഓർഗനൈസേഷനിൽ ഒരു അതോറിറ്റി ഇങ്ങനെയുള്ള ഓർഡേഴ്സും റൂൾസും ഒക്കെ പുറപ്പെടുവിക്കും. ആ റൂൾസും ഓർഡേഴ്സും ഒക്കെ ബാക്കിയുള്ളവർ എന്ത് ചെയ്യണം, മറ്റുള്ളവർ അത് പാലിക്കണം. അതാണ് ദ ഓർഗനൈസേഷൻ ഈസ് ലെജിറ്റിമേറ്റ് എന്ന് പറയുന്നത്. നെക്സ്റ്റ് ക്യാരക്ടറിസ്റ്റിക്സ് ആണ് ദ ഓർഗനൈസേഷൻസ് ക്യാരക്ടറിസ്റ്റിക്സ് എസ്റ്റാബ്ലിഷ് വാട്ട് ഈസ് അച്ചീവ്ഡ്.
അതായത് ഇവിടെ പറയുന്നത് എന്താന്ന് വെച്ചാൽ നമ്മുടെ ഓർഗനൈസേഷന്റെ ഗോൾസും സ്ട്രക്ചേഴ്സും പ്രോസസ്സുകളും ബിഹേവിയറും ഔട്ട്കംസ് ഒക്കെ തമ്മിൽ ഒരു നല്ല ഹൈ ഡിഗ്രി ഓഫ് സ്റ്റേഡിനെസ് ഉണ്ട് എന്നാണ് പറയുന്നത്. അതായത് നല്ലൊരു ശതമാനം സ്ഥിരത ഉണ്ട് എന്നാണ് പറയുന്നത്. അതുപോലെ തന്നെ ദ ക്വാളിറ്റി ഓഫ് അച്ചീവ്മെന്റ്സ് ഡിപ്പെൻഡ്സ് ഡയറക്ട്ലി ഓൺ ഓർഗനൈസേഷണൽ സ്ട്രക്ചേഴ്സ് ആൻഡ് പ്രോസസ്സസ്. അതായത് നമ്മൾ അച്ചീവ് ചെയ്യുന്ന റിസൾട്ട് അല്ലെങ്കിൽ അച്ചീവ് ചെയ്യുന്ന ഒബ്ജക്റ്റീവ്സിന്റെ ഒക്കെ ക്വാളിറ്റി നേരിട്ട് ഡിപ്പെൻഡ് ചെയ്യുന്നത് നമ്മുടെ ഓർഗനൈസേഷന്റെ സ്ട്രക്ചേഴ്സിനെയും അതുപോലെ തന്നെ പ്രോസസ്സിനെ ഒക്കെ ആണെന്നാണ് പറയുന്നത്. ഇനി നെക്സ്റ്റ് ക്യാരക്ടറിസ്റ്റിക്സ് നോക്കാം. നെക്സ്റ്റ് ക്യാരക്ടറിസ്റ്റിക്സ് അല്ലെങ്കിൽ നെക്സ്റ്റ് ഫീച്ചർ ആണ് ദ ഓർഗനൈസേഷൻ ഈസ് ഫ്ലെക്സിബിൾ. അതായത് നമ്മുടെ ഓർഗനൈസേഷൻ എന്ന് പറയുന്നത് ഫ്ലെക്സിബിൾ ആണെന്നാണ് പറയുന്നത്. നമ്മുടെ ഓർഗനൈസേഷനെ റേഷണലി ഡിസൈൻഡ് ടൂൾസ് എന്നാണ് പറയുന്നത്. അതുപോലെ തന്നെ അതിനൊരു നല്ലൊരു വെൽ ഡിഫൈൻഡ് ആയിട്ടുള്ള നല്ല കറക്റ്റ് ഡെലിബറേറ്റ്ലി സ്ട്രക്ചേർഡ് ആണത്. അതായത് നല്ല ഇപ്പോ നമ്മുടെ ഒരു ഓർഗനൈസേഷനിലെ കാര്യങ്ങൾ ആക്ടിവിറ്റീസ് എങ്ങനെ ചെയ്യണം, എങ്ങനെയാണ് നമ്മൾ തീരുമാനിച്ചിട്ടുള്ള ഗോൾ അച്ചീവ് ചെയ്യാൻ നമ്മൾ എങ്ങനെയൊക്കെയാണ് വർക്ക് ചെയ്യേണ്ടത് എന്നിങ്ങനെയൊക്കെ പറഞ്ഞിട്ടുള്ള ഒരു സ്ട്രക്ചർ, നല്ല വെൽ ഡിഫൈൻഡ് ആയിട്ടുള്ള ഒരു സ്ട്രക്ചർ നമ്മുടെ ഓർഗനൈസേഷന് ഉണ്ടായിരിക്കും. അതുപോലെ തന്നെ ഇപ്പൊ നമ്മുടെ മുമ്പ് തീരുമാനിച്ചു വെച്ച നമ്മുടെ ഗോൾസ് അച്ചീവ് ചെയ്യാൻ വേണ്ടിയിട്ടോ അല്ലെങ്കിൽ നമ്മുടെ പ്രോബ്ലം സോൾവിങ് കപ്പാസിറ്റി ഒക്കെ ഇംപ്രൂവ് ചെയ്യാൻ വേണ്ടിയിട്ടൊക്കെ നമ്മുടെ ഈ ഒരു സ്ട്രക്ചറിനെ നമുക്ക് വേണമെങ്കിൽ റീഡിസൈൻ ചെയ്യാനൊക്കെ പറ്റും. അതായത് റീസ്ട്രക്ചർ ചെയ്യാനൊക്കെ പറ്റും, നമുക്ക് പുനഃക്രമീകരിക്കാനൊക്കെ സാധിക്കും എന്നാണ് പറയുന്നത്. സോ അതിനൊക്കെ ഓർഗനൈസേഷൻ എന്താണ്, ഫ്ലെക്സിബിൾ ആണെന്നാണ് പറയുന്നത്. ആൻഡ് ലാസ്റ്റ് ക്യാരക്ടറിസ്റ്റിക്സ് ആണ് ദ ഓർഗനൈസേഷൻ ഈസ് എ പാർട്ട് ഓഫ് സൊസൈറ്റൽ ട്രാൻസ്ഫോർമേഷൻ. അതായത് നമ്മളിപ്പോ ഈ ഒരു ഓർഗനൈസേഷനെ ഒരു റേഷണലി ഡിസൈൻഡ് ഇൻസ്ട്രുമെന്റ് ആയിട്ട് കാണുകയാണെങ്കിൽ അല്ലെങ്കിൽ കണക്കാക്കുകയാണെങ്കിൽ അതിന്റെ ഗ്രോത്ത്, അതിന്റെ വളർച്ചയും അതുപോലെ തന്നെ സൊസൈറ്റിയിൽ അതിന്റെ ഇമ്പോർട്ടൻസിന്റെ വർധനവും അക്സെപ്റ്റൻസ് ഒക്കെ എന്തിനെ റിഫ്ലക്ട് ചെയ്യും, നമ്മുടെ ഈ ഒരു ചേഞ്ചിങ് സൊസൈറ്റിയിലെ മാറ്റത്തെ റിഫ്ലക്ട് ചെയ്യും എന്നാണ് പറയുന്നത്. അതായത് ഇവിടെ പറയുന്നത് എന്താന്ന് വെച്ചാൽ ഒരു ട്രഡീഷണൽ സൊസൈറ്റിയിൽ നിന്നും മോഡേൺ സൊസൈറ്റിയിലോട്ടുള്ള ഒരു ട്രാൻസ്ഫോർമേഷന് നമ്മുടെ ഈ ഓർഗനൈസേഷന്റെ ഗ്രോത്തും അതുപോലെ തന്നെ സൊസൈറ്റിയോടുള്ള ഇമ്പോർട്ടൻസ് ഒക്കെ വളരെയധികം സഹായിക്കും എന്നാണ് പറയുന്നത്. സോ ഇത്രയും ക്യാരക്ടറിസ്റ്റിക്സ് ആണ് നമ്മുടെ ഓർഗനൈസേഷന് വരുന്നത്. 7 ക്യാരക്ടറിസ്റ്റിക്സ് അല്ലെങ്കിൽ 7 ഫീച്ചേഴ്സ് ആണ് നമ്മൾ ഓർഗനൈസേഷന്റെ നോക്കിയത്. ഇനി നമുക്ക് നെക്സ്റ്റ് ടോപ്പിക് നോക്കാം. നെക്സ്റ്റ് ടോപ്പിക് ആണ് ഓർഗനൈസേഷൻ ആസ് സിസ്റ്റം. ഇവിടെ നമ്മൾ ഫസ്റ്റ് സിസ്റ്റത്തിന്റെ മീനിങ് ആണ് നോക്കുന്നത്. എന്താണ് സിസ്റ്റം എന്നാണ് ഇവിടെ നമ്മൾ പറയുന്നത്. എ സിസ്റ്റം ഈസ് എ സെറ്റ് ഓഫ് ഇന്റഗ്രേറ്റഡ് ആൻഡ് മ്യൂച്വലി ഡിപെൻഡന്റ് parts arranged in a manner that produces a unified whole. അതായത് ഒരു പ്രത്യേക രീതിയിൽ അറേഞ്ച് ചെയ്തിട്ടുള്ള ഇന്റഗ്രേറ്റഡ് ആൻഡ് മ്യൂച്വലി ഡിപെൻഡന്റ് പാർട്സിന്റെ ഒരു സെറ്റ് അല്ലെങ്കിൽ ഒരു കൂട്ടത്തെയാണ് നമ്മൾ എന്തെന്ന് പറയാ, സിസ്റ്റം എന്ന് പറയുന്നത്. അതായത് നമ്മുടെ സിസ്റ്റത്തെ നമ്മൾ കറക്റ്റ് ആയിട്ട് അറേഞ്ച് ചെയ്തിട്ടുണ്ടായിരിക്കണം. അതുപോലെ തന്നെ അതിലെ ഭാഗങ്ങൾ എന്ന് പറയുന്നത് മ്യൂച്വലി ഡിപെൻഡന്റ് ആയിരിക്കണം. അതായത് തമ്മിൽ മ്യൂച്വലി നല്ല രീതിയിൽ ഡിപെൻഡ് ചെയ്തിട്ടുണ്ടായിരിക്കണം. അതുപോലെ തന്നെ ഇന്റഗ്രേറ്റ് ചെയ്തിട്ടുണ്ടായിരിക്കണം. ഇങ്ങനെ ഒരു പ്രത്യേക രീതിയിൽ അറേഞ്ച് ചെയ്തിട്ടുള്ള ഇന്റഗ്രേറ്റഡ് ആൻഡ് മ്യൂച്വലി ഡിപെൻഡന്റ് പാർട്സിന്റെ ഒരു സെറ്റ്, ഒരു കൂട്ടത്തെയാണ് നമ്മൾ എന്തെന്ന് പറയാ, സിസ്റ്റം എന്ന് പറയുന്നത്. സോ ഈ സിസ്റ്റത്തിനെ ഡിഫൈൻ ചെയ്തിട്ടുള്ളത് എങ്ങനെയെന്ന് വെച്ചാൽ an arrangement of interrelated parts. അതായത് പരസ്പരം റിലേറ്റ് ചെയ്തിട്ടുള്ള കുറച്ച് ഭാഗങ്ങളുടെ അറേഞ്ച്മെന്റ് ആയിട്ടാണ് നമ്മൾ സിസ്റ്റത്തെ ഡിഫൈൻ ചെയ്തിട്ടുള്ളത്. സോ ഈ ഒരു അറേഞ്ച്മെന്റും അതുപോലെ തന്നെ ഇന്റർ റിലേറ്റഡ് എന്ന് പറയുന്ന ടേം ഡിസ്ക്രൈബ് ചെയ്യുന്നത് എന്താന്ന് വെച്ചാൽ ഇന്റർ ഡിപെൻഡന്റ് എലമെന്റ്സ് ഫോമിങ് ആൻ എൻറ്റിറ്റി ദാറ്റ് ഈസ് ദ സിസ്റ്റം. അതായത് ഈ ഇന്റർ ഡിപെൻഡന്റ് എലമെന്റ്സ് അടങ്ങിയിട്ടുള്ള ഒരു സിസ്റ്റം ഒരു എൻറ്റിറ്റി ഫോം ചെയ്യുന്നതിനെയാണ് ഈ ഒരു അറേഞ്ച്മെന്റ് ആൻഡ് ഇന്റർ റിലേറ്റഡ് ടേം ഉദ്ദേശിക്കുന്നത്. സോ സിസ്റ്റം എന്ന് പറഞ്ഞാൽ എന്താണ്, ഒരു പ്രത്യേക രീതിയിൽ അറേഞ്ച് ചെയ്തിട്ടുള്ള ഇന്റഗ്രേറ്റഡ് ആൻഡ് മ്യൂച്വലി ഡിപെൻഡന്റ് പാർട്സിന്റെ കൂട്ടത്തെയാണ് നമ്മൾ എന്തെന്ന് പറയാ, സിസ്റ്റം എന്ന് പറയുന്നത്. സോ ഇനി നമുക്ക് നെക്സ്റ്റ് ടോപ്പിക് നോക്കാം. നെക്സ്റ്റ് ടോപ്പിക് എന്ന് പറയുന്നത് എ സിസ്റ്റം ഈസ് ഡിസൈഡ് ടു ഹാവ് സർട്ടൻ ക്വാളിറ്റീസ് ലൈക്ക്. അതായത് ഒരു സിസ്റ്റത്തിന് താഴെ പറയുന്ന കുറച്ച് ക്വാളിറ്റീസ് ഉണ്ടായിരിക്കണം. സോ ആ ഒരു ക്വാളിറ്റീസ് ആണ് ഇനി നമ്മൾ നോക്കുന്നത്. അതിൽ ഫസ്റ്റ് ക്വാളിറ്റി ആണ് എ സിസ്റ്റം മസ്റ്റ് ബി ഡിസൈൻ ടു അക്കംപ്ലിഷ് ആൻ ഒബ്ജക്റ്റീവ് ഓർ എ സെറ്റ് ഓഫ് ഒബ്ജക്റ്റീവ്സ്. അതായത് ഒരു ഒബ്ജക്റ്റീവ് അച്ചീവ് ചെയ്യാൻ അല്ലെങ്കിൽ ഒരു ഒബ്ജക്റ്റീവ് അക്കംപ്ലിഷ് ചെയ്യാൻ അതുപോലെ തന്നെ ഒരു കൂട്ടം ഒബ്ജക്റ്റീവ് അച്ചീവ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു
രൂപത്തിലായിരിക്കണം നമ്മൾ എന്ത് ഡിസൈൻ ചെയ്യേണ്ടത്, സിസ്റ്റം ഡിസൈൻ ചെയ്യേണ്ടത്. ഒരു ഒബ്ജക്റ്റീവ് അച്ചീവ് ചെയ്യുക, അല്ലെങ്കിൽ ഒരു ഗോൾ അച്ചീവ് ചെയ്യുക, അല്ലെങ്കിൽ ഒരു കൂട്ടം ഒബ്ജക്റ്റീവ്സ് അച്ചീവ് ചെയ്യാൻ വേണ്ടി ആയിരിക്കണം നമ്മുടെ ഈ ഒരു സിസ്റ്റം എന്ത് ചെയ്തിട്ടുണ്ടായിരിക്കേണ്ടത്, ഡിസൈൻ ചെയ്തിട്ടുണ്ടായിരിക്കേണ്ടത്. രണ്ടാമത്തെ ക്വാളിറ്റിയാണ് എ സിസ്റ്റം ഈസ് കമ്പോസ്ഡ് ഓഫ് ഇന്റർ റിലേറ്റഡ് പാർട്സ് കാൾഡ് സബ് സിസ്റ്റം. ദ സബ് സിസ്റ്റം മസ്റ്റ് ഹാവ് എൻ എസ്റ്റാബ്ലിഷ്ഡ് അറേഞ്ച്മെന്റ്. അതായത് സബ് സിസ്റ്റം എന്ന് വിളിക്കുന്ന കുറച്ചധികം ഇന്റർ റിലേറ്റഡ് പാർട്സ് ആണ് സിസ്റ്റത്തിലുള്ളത്. അതായത് പരസ്പരം റിലേറ്റ് ചെയ്തിട്ടുള്ള കുറച്ചധികം പാർട്സിനെയാണ് നമ്മൾ എന്തെന്ന് പറയാ, സബ് സിസ്റ്റം എന്ന് പറയാ. ഇങ്ങനെ ഈ ഇന്റർ റിലേറ്റഡ് പാർട്സ് ആണ് ഈ ഒരു സിസ്റ്റത്തിൽ അടങ്ങിയിട്ടുള്ളത്. സോ ഈ ഒരു സബ് സിസ്റ്റത്തിന് എന്തുണ്ട്, ഒരു കറക്റ്റ് ആയിട്ടുള്ള ഒരു നല്ല വെൽ എസ്റ്റാബ്ലിഷ്ഡ് അറേഞ്ച്മെന്റും ഉണ്ടായിരിക്കും. നെക്സ്റ്റ് ക്വാളിറ്റി ആണ് ഇന്റർ റിലേഷൻഷിപ്പ് മസ്റ്റ് എക്സിസ്റ്റ് എമംഗ് ദി ഇൻഡിവിജ്വൽ എലമെന്റ്സ് ഓഫ് എ സിസ്റ്റം ആൻഡ് ദീസ് ഇന്റർ റിലേഷൻഷിപ്പ് മസ്റ്റ് ബി സിനർജിക് ഇൻ നാച്ചർ. അതായത് നമ്മുടെ ഈ ഒരു സിസ്റ്റത്തിന്റെ ഓരോ ഇൻഡിവിജ്വൽ എലമെന്റ്സിന്റെ ഇടയിലും ഇന്റർ റിലേഷൻഷിപ്പ്, അതായത് തമ്മിൽ നല്ലൊരു റിലേഷൻഷിപ്പ്, നല്ലൊരു കോർഡിനേഷൻ നിലനിൽക്കുമെന്നാണ് പറയുന്നത്. അതുപോലെ തന്നെ ഈ ഒരു ഇന്റർ റിലേഷൻഷിപ്പ് നമ്മുടെ നാച്ചുറലില് നല്ലൊരു വളർച്ചക്കും അതുപോലെ തന്നെ നല്ലൊരു ഇമ്പോർട്ടൻസിനൊക്കെ സഹായിക്കുമെന്നാണ് പറയുന്നത്. നെക്സ്റ്റ് ക്വാളിറ്റി ആണ് ദ ബേസിക് ഇൻഗ്രീഡിയൻസ്, ദ ഫ്ലോ ഓഫ് ഇൻഫർമേഷൻ, എനർജി ആൻഡ് മെറ്റീരിയൽസ് ഓഫ് എ പ്രോസസ് ആർ മോർ വൈറ്റൽ ദാൻ ദി ബേസിക് എലമെന്റ് ഓഫ് എ സിസ്റ്റം. അതായത് നമ്മുടെ പ്രോസസ്സിന്റെ ബേസിക് ഇൻഗ്രീഡിയൻസ് ഉണ്ടല്ലോ, ഇപ്പൊ ഇൻഫർമേഷന്റെ ഫ്ലോ, എനർജി, മെറ്റീരിയൽസ്, ഇതിനെക്കാട്ടിലും ആർ മോർ വൈറ്റൽ ദാൻ ദി ബേസിക് എലമെന്റ്സ് ഓഫ് സിസ്റ്റം. അതായത് നമ്മുടെ ഒരു സിസ്റ്റത്തിന്റെ ബേസിക് എലമെന്റ്സിനെക്കാട്ടിലും കൂടുതൽ ഇമ്പോർട്ടന്റ് ആണ് എന്ത്, ഒരു പ്രോസസ്സിന്റെ ബേസിക് ഇൻഗ്രീഡിയൻസ് ആയിട്ടുള്ള ഈ ഫ്ലോ ഓഫ് ഇൻഫർമേഷനും എനർജിയും മെറ്റീരിയൽസും ഒക്കെ. ഇനി നെക്സ്റ്റ് ക്വാളിറ്റി ആണ് ഓർഗനൈസേഷൻ ഒബ്ജക്റ്റീവ്സ് ആർ മോർ ഇമ്പോർട്ടന്റ് ദാൻ ദി ഒബ്ജക്റ്റീവ് ഓഫ് ഇറ്റ് സബ് സിസ്റ്റം. അതായത് സബ് സിസ്റ്റത്തിന്റെ ഒബ്ജക്റ്റീവിനെക്കാട്ടിലും കൂടുതൽ ഇമ്പോർട്ടന്റ് ആണ് നമ്മളൊരു ഓർഗനൈസേഷന്റെ ഒബ്ജക്റ്റീവ്സ് എന്ന് പറയുന്നത്. സോ ഇത്രയും ക്വാളിറ്റീസ് ആണ് സിസ്റ്റത്തിനുള്ളത്. നെക്സ്റ്റ് ടോപ്പിക് ആണ് ഓർഗനൈസേഷൻ ആസ് സിസ്റ്റംസ്. അതിൽ വരുന്ന ഫസ്റ്റ് പോയിന്റ് ആണ് കമ്പോണൻസ് ഓഫ് ഓർഗനൈസേഷൻ സിസ്റ്റം. ഓർഗനൈസേഷൻ സിസ്റ്റത്തിന്റെ കമ്പോണൻസ് എന്തൊക്കെയാണെന്നാണ് ഇനി നമ്മൾ നോക്കുന്നത്. ഓർഗനൈസേഷൻസ് ആർ സിസ്റ്റംസ് ഓഫ് സം ഇന്ററാക്ടിംഗ് കമ്പോണൻസ്. കുറച്ചധികം ഇന്ററാക്ടിംഗ് കമ്പോണൻസിന്റെ ഒരു സിസ്റ്റത്തെയാണ് നമ്മൾ എന്തെന്ന് പറയാ, ഓർഗനൈസേഷൻ എന്ന് പറയുന്നത്. നമ്മുടെ ഈ ഒരു ഓർഗനൈസേഷനെ മനസ്സിലാക്കുന്നതിന് വേണ്ടിയിട്ട് ലെവിറ്റ് എന്ന് പറയുന്ന ഒരാള് 1965 ഒരു ബേസിക് ഫ്രെയിം വർക്ക് കൊണ്ടുവന്നിട്ടുണ്ട് എന്നാണ് പറയുന്നത്. സോ ഈ ഒരു ഫ്രെയിം വർക്കിൽ 4 പ്രധാനപ്പെട്ട ഇന്റേണൽ കമ്പോണന്റ് ആണ് അടങ്ങിയിട്ടുള്ളത്. അതിൽ വരുന്നതാണ് ടാസ്ക്, പീപ്പിൾ, ടെക്നോളജി ആൻഡ് സ്ട്രക്ചർ. ഈ 4 ഇന്റേണൽ കമ്പോണന്റ് അടങ്ങിയിട്ടുള്ള ഒരു ഫ്രെയിം വർക്കാണ് ലെവിറ്റ് രൂപീകരിച്ചിട്ടുള്ളത്. സോ ഈ ഒരു 4 കമ്പോണൻസും, ഈ 4 പ്രധാനപ്പെട്ട കമ്പോണൻസും നമ്മുടെ ഓർഗനൈസേഷന്റെ ഇൻപുട്ടിനെയും ഔട്ട്പുട്ടിനെയും അതുപോലെ തന്നെ നമ്മുടെ ടാസ്ക് എൻവയോൺമെന്റിലെ കീ എലമെന്റ്സിന്റെ ഒക്കെ ഒപ്പമാണ് അത് വരുന്നത്, ഈ 4 കമ്പോണൻസും വരുന്നത്. സോ ഇവിടെ നമ്മുടെ ഈ ഒരു 4 ഇന്റേണൽ കമ്പോണൻസ്, ഓർഗനൈസേഷൻ സിസ്റ്റത്തിന്റെ 4 ഇമ്പോർട്ടന്റ് കമ്പോണൻസ് ആണ് കാണിച്ചിട്ടുള്ളത്. ടാസ്ക്, സ്ട്രക്ചർ, ടെക്നോളജി ആൻഡ് പീപ്പിൾ. സോ ഇതില് ഓരോ ഇന്റേണൽ കമ്പോണന്റും നമുക്ക് നോക്കാം. അതിൽ ഫസ്റ്റ് ഇന്റേണൽ കമ്പോണന്റ് ആണ് ടാസ്ക്. ഈ ടാസ്ക് നമ്മുടെ ഓർഗനൈസേഷന്റെ മിഷൻ, പർപ്പസ്, ഗോളിനെയൊക്കെയാണ് റെപ്രസെന്റ് ചെയ്തിട്ടുള്ളത്. അതായത് ഇപ്പോ നമ്മുടെ ആ ഒരു ഓർഗനൈസേഷന് നിലനിൽക്കാൻ വേണ്ടിയിട്ടുള്ള ആ ഒരു ഓർഗനൈസേഷന്റെ മിഷൻ, പർപ്പസ്, ഗോൾ ഒക്കെയാണ് ഈ ഒരു ടാസ്ക് എന്ന കമ്പോണന്റിൽ വരുന്നത്. രണ്ടാമത്തെ കമ്പോണന്റ് ആണ് പീപ്പിൾ. പീപ്പിളിൽ വരുന്നത് നമ്മുടെ ഓർഗനൈസേഷന്റെ ഹ്യൂമൻ റിസോഴ്സസ് ആണ്. നെക്സ്റ്റ് കമ്പോണന്റ്, മൂന്നാമത്തെ കമ്പോണന്റ് ആണ് ടെക്നോളജി. ടെക്നോളജിയിൽ വരുന്നത് ഒരുപാട് വൈഡ് റേഞ്ച് ഓഫ് ടൂൾസ്, നോളേജ്, അതുപോലെ തന്നെ ടെക്നിക്സ് യൂസ്ഡ് ടു ട്രാൻസ്ഫോം ദ ഇൻപുട്സ് ടു ഔട്ട്പുട്സ്. നമ്മുടെ ഇൻപുട്സിനെ ഔട്ട്പുട്സിലേക്ക് മാറ്റാൻ വേണ്ടിയിട്ടുള്ള ഒരുപാടധികം ടൂൾസും നോളേജും ടെക്നിക്സും ഒക്കെയാണ് എന്തിൽ വരുന്നത്, നമ്മുടെ ഈ ഒരു ടെക്നോളജി എന്ന് പറയുന്ന ഒരു ഇന്റേണൽ കമ്പോണന്റിൽ വരുന്നത്. ആൻഡ് ലാസ്റ്റ് ഇന്റേണൽ കമ്പോണന്റ് ആണ് സ്ട്രക്ചർ. ഇതിൽ വരുന്നത് എന്താന്ന് വെച്ചാൽ നമ്മുടെ മൈക്രോ ലെവലിൽ വരുന്ന നമ്മൾ അസൈൻ ചെയ്തിട്ടുള്ള വർക്കുകൾ, അതുപോലെ തന്നെ ഡിപ്പാർട്ട്മെന്റ്സിൽ നമ്മൾ അസൈൻ ചെയ്തിട്ടുള്ള വർക്കുകൾ, അതുപോലെ തന്നെ നമ്മുടെ ഓവറോൾ ഓർഗനൈസേഷൻ എങ്ങനെയാണ്, അത് ഓരോ ഡിവിഷനിലും എങ്ങനെയാണ് നമ്മൾ വർക്ക് അസൈൻ ചെയ്തിട്ടുള്ളത്, മാക്രോ ലെവലിൽ നമ്മൾ എങ്ങനെയൊക്കെയാണ് ഡിസൈൻ ചെയ്തിട്ടുള്ളത്, വർക്കുകൾ ഡിസൈൻ ചെയ്തിട്ടുള്ളത് എന്നിങ്ങനെയുള്ള കാര്യങ്ങളാണ് സ്ട്രക്ചർ എന്ന് പറയുന്ന ഇന്റേണൽ കമ്പോണന്റിൽ വരുന്നത്. സോ 4 പ്രധാനപ്പെട്ട ഇന്റേണൽ കമ്പോണന്റ് ആണ് ഓർഗനൈസേഷൻ സിസ്റ്റത്തിന് വരുന്നത്. അതിൽ ഫസ്റ്റ് വൺ ആണ് ടാസ്ക്, രണ്ടാമത്തെ പീപ്പിൾ, മൂന്നാമത്തെ ടെക്നോളജി ആൻഡ് നാലാമത്തെ സ്ട്രക്ചർ.
ടാസ്ക് എന്ന് പറയുന്നത് ഓർഗനൈസേഷന്റെ മിഷൻ, പർപ്പസ്, ഗോളിനൊക്കെയാണ് നമ്മൾ പറയുന്നത്. രണ്ടാമത്തെ പീപ്പിൾ എന്ന് പറയുന്നത് ഓർഗനൈസേഷന്റെ ഹ്യൂമൻ റിസോഴ്സിനെയാണ് പറയുന്നത്. മൂന്നാമത്തെ കമ്പോണന്റ് ആയിട്ടുള്ള ടെക്നോളജി പറയുന്നത് ഒരുപാട് വൈഡ് റേഞ്ച് ഓഫ് ടൂൾസ്, നോളജ്, ടെക്നിക്സിനൊക്കെയാണ് പറയുന്നത്. ആൻഡ് സ്ട്രക്ചർ എന്ന് പറയുന്ന കമ്പോണന്റിൽ പറയുന്നത് നമ്മൾ മൈക്രോ ലെവലിലും മാക്രോ ലെവലിലും അതുപോലെ തന്നെ ഓരോ ഡിപ്പാർട്ട്മെന്റ്സിലും ഡിവിഷൻസിലും ഒക്കെ നമ്മൾ വർക്ക് എങ്ങനെയാണ് അസൈൻ ചെയ്തിട്ടുള്ളത് എന്നൊക്കെയാണ് സ്ട്രക്ചറിൽ പറയുന്നത്. സോ ഈ ഒരു 4 കമ്പോണന്റും നമ്മൾ ഇന്റേണൽ കമ്പോണന്റ് അല്ലെ, നമ്മളൊരു ഓർഗനൈസേഷന്റെ ഉള്ളിൽ വരുന്ന പ്രധാനപ്പെട്ട ഇന്റേണൽ കമ്പോണന്റ്സ് ആണ് ഈ ഒരു 4: ടാസ്ക്, പീപ്പിള്, ടെക്നോളജി ആൻഡ് സ്ട്രക്ചർ എന്ന് പറയുന്ന ഈ 4 കമ്പോണന്റ്സും. അതുപോലെ തന്നെ ഈ ഒരു ഇങ്ങനെയുള്ള ഈ ഒരു ഇന്റേണൽ കമ്പോണന്റ്സ്, പ്രധാനപ്പെട്ട ഇന്റേണൽ കമ്പോണന്റ്സിനെ പോലെ തന്നെ ഓർഗനൈസേഷന് എന്തുണ്ട്, ഒരു ടാസ്ക് എൻവയോൺമെന്റ് ഉണ്ട്. അതിൽ വരുന്നതാണ് ഈ സപ്ലയേഴ്സ്, കസ്റ്റമേഴ്സ്, റെഗുലേറ്റേഴ്സ് ഒക്കെ. സോ ഇങ്ങനെ ഈ സപ്ലൈസും കസ്റ്റമേഴ്സും റെഗുലേറ്റേഴ്സും അടങ്ങിയിട്ടുള്ള ഈ ഒരു ടാസ്ക് എൻവയോൺമെന്റ് എന്നാണ് നമ്മളെ എക്സ്റ്റേണൽ കമ്പോണന്റ്സ് അല്ലെ. സോ ഈ ഇന്റേണൽ കമ്പോണന്റ്സിനെ പോലെ തന്നെ നമ്മുടെ ഈ ഒരു ഈ സപ്ലൈസും കസ്റ്റമേഴ്സും റെഗുലേറ്റേഴ്സും അടങ്ങിയിട്ടുള്ള എക്സ്റ്റേണൽ എൻവയോൺമെന്റും നമുക്ക് എന്താണ് വളരെയധികം പ്രധാനപ്പെട്ടതാണ് എന്നാണ് പറയുന്നത്. സോ അതാണ് ഫസ്റ്റ് കമ്പോണന്റ്സ് ഓഫ് ഓർഗനൈസേഷൻ സിസ്റ്റത്തിൽ വരുന്നത്. രണ്ടാമത്തെ പോയിന്റ് ആണ് ഡിഫറൻഷിയേഷൻ ആൻഡ് ഇന്റഗ്രേഷൻ. ഈ ഒരു പോയിന്റിൽ പറയുന്നത് എന്താന്ന് വെച്ചാല് നമ്മൾ മറ്റുള്ള സിസ്റ്റത്തെ പോലെ തന്നെ ഓർഗനൈസേഷൻ സിസ്റ്റത്തെ രണ്ടായിട്ട് തരംതിരിച്ചിട്ടുണ്ട്. അതിൽ വരുന്ന 2 പ്രധാനപ്പെട്ട ഫോഴ്സസ് ആണ് ഡിഫറൻഷിയേഷനും ഇന്റഗ്രേഷനും. നമ്മുടെ സ്പെഷ്യലൈസ്ഡ് ഫംഗ്ഷൻസ് ഒക്കെ നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ടായിരിക്കും, ഡിഫറൻഷിയേറ്റ് ചെയ്തിട്ടുണ്ടായിരിക്കും അല്ലെ. ഇപ്പൊ ഉദാഹരണം പറയുകയാണെങ്കിൽ നമ്മുടെ ഹ്യൂമൻ ബോഡി എടുക്കുകയാണെങ്കിൽ നമ്മുടെ ഹ്യൂമൻ ബോഡിയിൽ ഇപ്പൊ മനുഷ്യ ശരീരത്തിലെ ലങ്സ്, ഹേർട്ട്, ലിവർ ഇതിനൊക്കെ പലതരത്തിലുള്ള ഫംഗ്ഷൻ അല്ലെ. ഓരോന്നും ഓരോ ഫംഗ്ഷൻ ആണ് ചെയ്യുന്നത്. അതുപോലെ തന്നെ നമ്മൾ ഓർഗനൈസേഷന്റെ ഉള്ളിലെ പല ഡിവിഷൻസ്, ഡിപ്പാർട്ട്മെന്റ്സ്, യൂണിറ്റ്സ് ഇതൊക്കെ എന്താണ് പലതരത്തിലുള്ള വർക്കാണ് ചെയ്യുന്നത്. സോ നമ്മൾ ഇങ്ങനെയുള്ള സ്പെഷ്യലൈസ്ഡ് ആക്ടിവിറ്റീസ് ഒക്കെ നമ്മൾ ഇങ്ങനെ ഓർഗനൈസേഷന്റെ ഡിവിഷൻസിനും ഡിപ്പാർട്ട്മെന്റ്സിനും യൂണിറ്റ്സിനും ഒക്കെ നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ടായിരിക്കും, കൊടുത്തിട്ടുണ്ടായിരിക്കും. സോ അവരൊക്കെ ഓരോ പ്രത്യേകം വർക്കുകളാണ് ഈ ഓർഗനൈസേഷന്റെ പല ഡിവിഷൻസും ഡിപ്പാർട്ട്മെന്റ്സും യൂണിറ്റ്സും ഒക്കെ ചെയ്തിട്ടുണ്ടായിരിക്കുക. സോ അതാണ് ഡിഫറൻഷിയേഷൻ ആൻഡ് ഇന്റഗ്രേഷനിൽ പറയുന്നത്. അതുപോലെ തന്നെ നമ്മുടെ ഈ ഒരു ഡിഫറൻഷിയേറ്റഡ് പാർട്സിന്റെ ഇടയിൽ ഒരു യൂണിറ്റി മെയിൻറ്റെയിൻ ചെയ്യുന്നതിന് വേണ്ടിയിട്ട് എല്ലാ സിസ്റ്റവും ഒരു റെസിപ്രോക്കൽ പ്രോസസ് ഓഫ് ഇന്റഗ്രേഷൻ നിലനിർത്തണം എന്നാണ് പറയുന്നത്. സോ അത് എന്തിനു വേണ്ടിയിട്ടാണ്, നമ്മുടെ ഓർഗനൈസേഷനിലെ ആക്ടിവിറ്റീസും അതുപോലെ തന്നെ വർക്കുകളൊക്കെ സ്മൂത്ത് ആയി നടക്കുന്നതിന് വേണ്ടിയിട്ടാണ് എല്ലാ സിസ്റ്റവും ഈ ഒരു റെസിപ്രോക്കൽ പ്രോസസ് ഓഫ് ഇന്റഗ്രേഷൻ കൊണ്ടുവരേണ്ടത്. സോ അതാണ് ഡിഫറൻഷിയേഷൻ ആൻഡ് ഇന്റഗ്രേഷനിൽ പറയുന്നത്. നെക്സ്റ്റ് ടോപ്പിക് ആണ് ദ ഓർഗനൈസേഷൻ ആസ് എൻ ഓപ്പൺ സിസ്റ്റം. സിസ്റ്റം രണ്ട് തരത്തിലാണ് വരുന്നത്. സിസ്റ്റത്തെ 2 രീതിയിലാണ് ക്ലാസിഫൈ ചെയ്തിട്ടുള്ളത്: ഓപ്പൺ സിസ്റ്റം, ക്ലോസ്ഡ് സിസ്റ്റം. ഇനി ക്ലോസ്ഡ് സിസ്റ്റം എന്ന് പറഞ്ഞാൽ എന്താണ്? എ ക്ലോസ്ഡ് സിസ്റ്റം ഈസ് വൺ ദാറ്റ് ഈസ് സെൽഫ് കണ്ടെയ്ൻഡ് ആൻഡ് ഐസൊലേറ്റഡ് ഫ്രം ഇറ്റ്സ് എൻവയോൺമെന്റ്. ഒരു ക്ലോസ്ഡ് സിസ്റ്റം എന്ന് പറഞ്ഞാൽ അത് സ്വയം ഉൾക്കൊള്ളുന്നതും അതിന്റെ എൻവയോൺമെന്റിൽ നിന്നും ഒറ്റപ്പെട്ട് നിൽക്കുന്നതുമായ ഒന്നാണ്. അതായത് ഇപ്പൊ ഒരു ക്ലോസ്ഡ് സിസ്റ്റം എന്ന് പറഞ്ഞാൽ അത് സ്വയം പ്രവർത്തിക്കുന്നത്, അല്ലെങ്കിൽ അതിന്റെ കാര്യങ്ങളൊക്കെ അത് മാത്രമായിരിക്കും ചെയ്യുക. അത് അതിന്റെ എൻവയോൺമെന്റിൽ നിന്നും വേർപെട്ടിട്ടായിരിക്കും ഈ ഒരു ക്ലോസ്ഡ് സിസ്റ്റം ഉണ്ടായിരിക്കുക. എന്നാൽ ഓപ്പൺ സിസ്റ്റം എന്ന് പറഞ്ഞാൽ ഇതിന് നേരെ ഓപ്പോസിറ്റ് ആണ്. ആൻ ഓപ്പൺ സിസ്റ്റം ഈസ് വൺ വിച്ച് കോൺസ്റ്റന്റ്ലി ഇന്ററാക്ട് വിത്ത് ദി എൻവയോൺമെന്റ്. അതായത് എപ്പോഴും എൻവയോൺമെന്റുമായിട്ട് ഇന്ററാക്ട് ചെയ്തിട്ടുള്ള ഒരു സിസ്റ്റമാണ് ഓപ്പൺ സിസ്റ്റം എന്ന് പറയുന്നത്. അതായത് ഇപ്പൊ എൻവയോൺമെന്റിലെ ആളുകളോടും റൂൾസും റെഗുലേഷൻസും എല്ലാം, എൻവയോൺമെന്റിന്റെ എല്ലാ കാര്യങ്ങളോടും എപ്പോഴും ഒരു ഇന്ററാക്ട് ചെയ്തിട്ടുള്ള ഒരു സിസ്റ്റമാണ് ഓപ്പൺ സിസ്റ്റം എന്ന് പറയുന്നത്. ഇനി ഈ ഒരു ഓപ്പൺ സിസ്റ്റത്തിന് കുറച്ച് ക്യാരക്ടറിസ്റ്റിക്സ് വരുന്നുണ്ട്. അപ്പൊ നമ്മുടെ ഓപ്പൺ സിസ്റ്റം എന്ന് പറഞ്ഞാൽ നമ്മുടെ എൻവയോൺമെന്റുമായിട്ട് എപ്പോഴും ഇടപഴകുന്ന ഒരു സിസ്റ്റമാണ് ഓപ്പൺ സിസ്റ്റം എന്ന് പറയുന്നത്. സോ അതിന്റെ ഫസ്റ്റ് ക്യാരക്ടറിസ്റ്റിക്സ് അല്ലെങ്കിൽ ഫസ്റ്റ് ഫീച്ചർ ആണ് subsystems. A system is composed of interrelated parts called subsystems. The subsystem must have an established arrangement and need to have interdependencies. അതായത് സബ്സിസ്റ്റം എന്ന് പറയുന്ന കുറച്ചധികം ഇന്റർറിലേറ്റഡ് പാർട്സ് ആണ് സിസ്റ്റത്തിൽ അടങ്ങിയിട്ടുള്ളത്. സിസ്റ്റത്തിൽ വരുന്നത് കുറച്ചധികം ഇന്റർറിലേറ്റഡ് പാർട്സ്, അതായത് പരസ്പരം റിലേറ്റ് ചെയ്തിട്ടുള്ള കുറച്ചധികം പാർട്സ് ആണ് നമ്മുടെ ഈ ഒരു സിസ്റ്റത്തിൽ വരുന്നത്. സോ ഈ ഒരു ഇന്റർറിലേറ്റഡ് പാർട്സിന് നമ്മൾ എന്താണ് വിളിക്കുന്നത്? സബ്സിസ്റ്റം എന്നാണ് വിളിക്കുന്നത്. സോ ഇങ്ങനെയുള്ള ഈ ഒരു സബ്സിസ്റ്റം ആണ് നമ്മുടെ ഈ ഒരു സിസ്റ്റത്തിൽ വരുന്നത്. സോ സബ്സിസ്റ്റത്തിന് എന്തുണ്ട്? ഒരു വെൽ ഡിഫൈൻഡ് അല്ലെങ്കിൽ ഒരു വെൽ എസ്റ്റാബ്ലിഷ്ഡ് അറേഞ്ച്മെന്റ് ഉണ്ട്. അതുപോലെ തന്നെ അതിൻ്റെതായിട്ടുള്ള ഇന്റർഡിപെൻഡൻസീസും ഉണ്ട്.
രണ്ടാമത്തെ ഫീച്ചർ അല്ലെങ്കിൽ രണ്ടാമത്തെ ക്യാരക്ടറിസ്റ്റിക്സ് ആണ് സിനർജി. സിനർജി മീൻസ് ദാറ്റ് ദ ഹോൾ ഈസ് ഗ്രേറ്റർ ദാൻ സം ഓഫ് ഇറ്റ്സ് പാർട്സ്. അതായത് ഇവിടെ പറയുന്നത് എന്താന്ന് വെച്ചാൽ ഓരോ ഭാഗത്ത്, അതായത് ഓരോ ഇന്റർ റിലേറ്റഡ് പാർട്സിൽ നിന്ന് കിട്ടുന്ന ബെനിഫിറ്റ്സിനെ കാട്ടിലും ഏറ്റവും കൂടുതൽ ഉണ്ടായിരിക്കും ഇത് എല്ലാം കൂടി, ഈ ഭാഗങ്ങളെല്ലാം കൂടി ചേരുമ്പോൾ കിട്ടുന്ന ബെനിഫിറ്റ്സ് കൂടുതലായിരിക്കും എന്നാണ് പറയുന്നത്. അതായത് ഓരോ ഭാഗങ്ങളിൽ നിന്നും നമുക്ക് കുറെ അധികം ബെനിഫിറ്റ്സ് കിട്ടും അല്ലെ, കുറെ അധികം ഗുണങ്ങൾ നമുക്ക് കിട്ടും. സോ അതുപോലെ തന്നെ ആ ഒരു എല്ലാ ഭാഗത്തു നിന്ന് കിട്ടുന്ന ആ ഒരു ഗുണങ്ങൾ എന്ന് പറയുന്നത് ഓരോ പാർട്ടിൽ നിന്ന് കിട്ടുന്ന ഗുണത്തിനെക്കാട്ടിലും വലുതായിരിക്കും എന്നാണ് പറയുന്നത്. അതാണ് സിനർജി എന്ന് പറയുന്നത്. സോ സിനർജി മീൻസ് ദാറ്റ് ദ ഹോൾ ഈസ് ഗ്രേറ്റർ ദാൻ ദി സം ഓഫ് ഇറ്റ്സ് പാർട്സ്. ആ ഒരു ഓരോ ഭാഗങ്ങളിൽ നിന്ന് കിട്ടുന്നതിനെക്കാട്ടിലും കൂടുതലായിരിക്കും ഈ എല്ലാ ഭാഗങ്ങളിൽ നിന്നും കിട്ടുന്നത് ഒരുമിച്ച് വെക്കുമ്പോൾ. അതാണ് സിനർജി എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. നെക്സ്റ്റ് ക്യാരക്ടറിസ്റ്റിക്സ് ആണ് ദ ഇൻപുട്ട് ഔട്ട്പുട്ട് മോഡൽ. എല്ലാ ഓപ്പൺ സിസ്റ്റവും അതിന്റെ ഇൻപുട്ടിനെ ഔട്ട്പുട്ട് ആക്കിയിട്ട് മാറ്റുന്നുണ്ട്. സോ ഈ ഒരു സിസ്റ്റത്തിനകത്ത് സിസ്റ്റം ഈസ് വ്യൂഡ് ആസ് എ ട്രാൻസ്ഫോർമേഷൻ പ്രോസസ് ഇൻ ഡൈനാമിക് ഇന്ററാക്ഷൻ വിത്ത് ഇറ്റ്സ് എൻവയോൺമെന്റ്. അതായത് അതിന്റെ എൻവയോൺമെന്റുമായിട്ട് എപ്പോഴും ഒരു ഇന്ററാക്ട് ചെയ്യുന്ന ഒരു ട്രാൻസ്ഫോർമേഷൻ പ്രോസസ് ആയിട്ടാണ് നമ്മൾ ഈ ഒരു സിസ്റ്റത്തെ കണക്കാക്കുന്നത് എന്നാണ് പറയുന്നത്. സോ അതാണ് ദ ഇൻപുട്ട് ഔട്ട്പുട്ട് മോഡലിൽ പറയുന്നത്. നെക്സ്റ്റ് ക്യാരക്ടറിസ്റ്റിക്സ് ആണ് ഗോൾ സീക്കിംഗ് ഓപ്പൺ സിസ്റ്റം. Open systems exchange information, energy or material with their environment. അതായത് ഓപ്പൺ സിസ്റ്റം അതിന്റെ എൻവയോൺമെന്റുമായിട്ട് ഇൻഫോർമേഷൻ, എനർജി, മെറ്റീരിയലിനൊക്കെ എക്സ്ചേഞ്ച് ചെയ്യുന്നുണ്ട് എന്നാണ് പറയുന്നത്. അതുപോലെ തന്നെ ഇന്ററാക്ഷൻ ബിറ്റ്വീൻ എലമെന്റ്സ് റിസൾട്ട് ഇൻ സം ഫൈനൽ സ്റ്റേജ് ഓഫ് ഗോൾ. ഇങ്ങനെ ഈ നമ്മുടെ എൻവയോൺമെന്റുമായിട്ടുള്ള പല എലമെന്റ്സിനോടുള്ള ഇന്ററാക്ഷൻസ്, ഇടപഴകല് നമുക്ക് നല്ലൊരു ഫൈനൽ അല്ലെങ്കിൽ നല്ലൊരു ഗോൾ അച്ചീവ് ചെയ്യാൻ സാധിക്കുമെന്നാണ് പറയുന്നത്. അതാണ് ഗോൾ സീക്കിംഗ് ഓപ്പൺ സിസ്റ്റത്തിൽ പറയുന്നത്. നെക്സ്റ്റ് ക്യാരക്ടറിസ്റ്റിക്സ് ആണ് എൻട്രോപ്പി. എൻട്രോപ്പിയിൽ പറയുന്നത് എന്താന്ന് വെച്ചാൽ every transformation process involves the degradation or use of energy and resources. ഏതൊരു ട്രാൻസ്ഫോർമേഷൻ പ്രോസസ്സിലും അല്ലെങ്കിൽ എല്ലാ ട്രാൻസ്ഫോർമേഷൻ പ്രോസസ്സിലും ഒന്നെങ്കിൽ ഡീഗ്രേഡേഷനോ അല്ലെങ്കിൽ നമ്മൾ ഈ എനർജി റിസോഴ്സസിന്റെ യൂസോ ഉൾപ്പെടുന്നുണ്ട് എന്നാണ് പറയുന്നത്. അതുപോലെ തന്നെ ദ ടെൻഡൻസി ടുവേർഡ്സ് എൻട്രോപ്പി ഈസ് എ മൂവ്മെന്റ് ടുവേർഡ്സ് ഡിസോർഡർ ആൻഡ് ഇവൻച്വലി ടെർമിനേഷൻ ഓഫ് ഫങ്ഷനിങ്. അതായത് സോ ഈ ഒരു ടെൻഡൻസി നമ്മുടെ ഡിസോർഡറിലോട്ടുള്ള ഒരു മൂവ്മെന്റിനും അതുപോലെ തന്നെ നമ്മൾ ഈ ഫംഗ്ഷനിങ് ഓരോ ഫംഗ്ഷൻ ടെർമിനേറ്റ് ചെയ്യുന്നതിനൊക്കെ കാരണമാവും എന്നാണ് പറയുന്നത്. സോ അതാണ് എൻട്രോപ്പിയിൽ പറയുന്നത്. നെക്സ്റ്റ് ക്യാരക്ടറിസ്റ്റിക്സ് ആണ് സ്റ്റഡി സ്റ്റേറ്റ്. ഇവിടെ പറയുന്നത് എന്താന്ന് വെച്ചാല് എല്ലാ സിസ്റ്റം ഒരു ലക്ഷ്യം മുന്നിൽ കണ്ടിട്ടാണല്ലേ ചെയ്യുന്നത്. സോ ഓരോ സിസ്റ്റം ഒരു ലക്ഷ്യം നേടിയെടുക്കാൻ വേണ്ടിയിട്ടുള്ളതാണ്. സോ അതുകൊണ്ട് തന്നെ ഓരോ സിസ്റ്റത്തിനും ഒരു അഡാപ്റ്റീവ് കഴിവുണ്ട്, അതുപോലെ തന്നെ അതിന് സ്വയം നിയന്ത്രിക്കാനുള്ള ഒരു കഴിവുണ്ടായിരിക്കും. സോ ദ നോഷൻ ദാറ്റ് സിസ്റ്റംസ് ആർ ഗോൾ സീക്കിംഗ്. ഓരോ സിസ്റ്റം ഗോൾ സീക്കിംഗ് ആണ്, അതായത് ഒരു ഗോൾ അച്ചീവ് ചെയ്യുക എന്നുള്ള ലക്ഷ്യം ഉള്ളതാണ്. സോ അതിന് അതിൻ്റെതായ ഒരു അഡാപ്റ്റീവ് അതുപോലെ തന്നെ സെൽഫ് റെഗുലേറ്റിംഗ് കഴിവുണ്ട് എന്നാണ് പറയുന്നത്. ആൻഡ് ലാസ്റ്റ് ക്യാരക്ടറിസ്റ്റിക്സ് ആണ് ഫീഡ്ബാക്ക്. ഫീഡ്ബാക്കിൽ പറയുന്നത് എന്താന്ന് വെച്ചാൽ ദ ഫീഡ്ബാക്ക് ഓഫ് ഇൻഫർമേഷൻ റിഗാർഡിംഗ് പെർഫോമൻസ് ഈസ് യൂസ്ഡ് ടു അഡ്ജസ്റ്റ് ആൻഡ് കൺട്രോൾ പെർഫോമൻസ്. അതായത് നമ്മളെ ഇൻഫർമേഷന്റെ ഫീഡ്ബാക്ക് ഒക്കെ നമ്മളെ റിഗാർഡിംഗ് പെർഫോമൻസ് ഈസ് യൂസ്ഡ് ടു അഡ്ജസ്റ്റ് ആൻഡ് കൺട്രോൾ പെർഫോമൻസ് അഡ്ജസ്റ്റ് ചെയ്യാനും അതുപോലെ തന്നെ കൺട്രോൾ ചെയ്യാനൊക്കെ വേണ്ടിയിട്ടാണ് ഉപയോഗിക്കുന്നത്. ഫീഡ്ബാക്ക് ഈസ് ഇൻഫർമേഷണൽ ഇൻപുട്ട് വിച്ച് ഇൻഡിക്കേറ്റ്സ് ദാറ്റ് ദ സിസ്റ്റം ഈസ് ഡീവിയേറ്റിംഗ് ഫ്രം ദി ഗോൾസ് ആൻഡ് നീഡ്സ് ടു റീഅഡ്ജസ്റ്റ്. അതായത് ഫീഡ്ബാക്ക് എന്ന് പറയുന്നത് നമുക്കൊരു ഇൻഫർമേഷണൽ ഇൻപുട്ട് ആണ് അല്ലെ. അതായത് അപ്പൊ നമുക്ക് എന്തൊക്കെ കാര്യങ്ങളാണ് നമ്മൾ ചെയ്തത്, ഇനി എന്തൊക്കെയാണ് ചെയ്യേണ്ടത് എന്നുള്ള ഒരു ഫീഡ്ബാക്ക്, ഒരു ഇൻഫർമേഷണൽ ഇൻപുട്ട് ആണ് ഈ ഒരു ഫീഡ്ബാക്ക് എന്ന് പറയുന്നത്. സോ ഇത് നമ്മുടെ ഗോളിൽ നിന്ന് എത്രത്തോളം നമ്മൾ ഡീവിയേറ്റ് ചെയ്തിട്ടുണ്ട്, സോ എത്രത്തോളം നമ്മൾ അതിനെ റീഅഡ്ജസ്റ്റ് ചെയ്യണം എന്നുള്ള കാര്യങ്ങളൊക്കെ തരാൻ ഈ ഒരു ഫീഡ്ബാക്ക് സഹായിക്കുമെന്നാണ് പറയുന്നത്. സോ ഇത്രയും ക്യാരക്ടറിസ്റ്റിക്സ് ആണ് ഓപ്പൺ സിസ്റ്റത്തിന് വരുന്നത്. ഇനി നെക്സ്റ്റ് നമ്മളിവിടെ നോക്കുന്നത് ദ ഓർഗനൈസേഷൻ ആസ് എൻ ഓപ്പൺ സിസ്റ്റം ഇസ് കമ്പോസ്ഡ് ഓഫ് 5 സബ് സിസ്റ്റംസ്. അതായത് ഈ ഒരു ഓർഗനൈസേഷന്റെ ഓപ്പൺ സിസ്റ്റത്തിന് 5 സബ് സിസ്റ്റംസ് ഉണ്ട് എന്നാണ് പറയുന്നത്. അതിൽ ഫസ്റ്റ് പോയിന്റ് ആണ് ഗോൾസ് ആൻഡ് വാല്യൂസ്, ടെക്നിക്കൽ, സൈക്കോ സോഷ്യൽ, ടെക്നിക്കൽ, സ്ട്രക്ചറൽ ആൻഡ് മാനേജറിയൽ വിച്ച് ആർ ഡിപ്പെൻഡന്റ് ഓൺ ഈച്ച് അതർ. അതായത് നമ്മുടെ ഓർഗനൈസേഷന്റെ ഗോൾസും വാല്യൂസും ടെക്നിക്കൽ അതുപോലെ തന്നെ സൈക്കോ സോഷ്യൽ, ടെക്നിക്കൽ, സ്ട്രക്ചറൽ ആൻഡ് മാനേജീരിയൽ ഇത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ എന്താണ് ഡിപ്പെൻഡന്റ് ആണ്, അത് പരസ്പരം ഡിപ്പെൻഡന്റ് ആണ് എന്നാണ് പറയുന്നത്. രണ്ടാമത്തെ പോയിന്റ് ആണ് ഓർഗനൈസേഷൻ ലൈക്ക് ഓർഗാനിസംസ് ആർ ഓപ്പൺ ടു ദെയർ എൻവയോൺമെന്റ് ആൻഡ് സ്ട്രൈവ് ടു
attain an appropriate relation with that environment in order to survive. അതായത് ഓർഗനൈസേഷനെ നമ്മൾ ഓർഗാനിസം എന്നാണ് പറയുന്നത്. അത് അതിന്റെ എൻവയോൺമെന്റിലേക്ക് ഒരു ഓപ്പൺ ആണ്. അതുപോലെ തന്നെ അതായത് നമുക്കറിയാം ഓപ്പൺ സിസ്റ്റം എന്ന് പറഞ്ഞാൽ തന്നെ നമ്മൾ ആ ഒരു എൻവയോൺമെന്റുമായിട്ട് എപ്പോഴും ഇന്ററാക്ട് ചെയ്യാണല്ലേ ചെയ്യുന്നത്. എപ്പോഴും നമ്മൾ ആ ഒരു എൻവയോൺമെന്റുമായിട്ട് ഇടപഴകുക, അതായത് ആ എൻവയോൺമെന്റിലെ ആളുകളോടും സിസ്റ്റത്തോടും റൂൾസും റെഗുലേഷൻസും എല്ലാത്തിനോടും നമ്മൾ എപ്പോഴും ഇടപഴകുകയാണ് ചെയ്യുന്നത്. സോ ഓർഗനൈസേഷനെ നമ്മൾ ഓർഗാനിസം എന്നാണ് പറയുന്നത്. സോ അതെന്താണ് എൻവയോൺമെന്റിലോട്ട് അത് ഓപ്പൺ ചെയ്ത് കിടക്കുകയാണ് ചെയ്യുന്നത്. അതുപോലെ തന്നെ സ്ട്രൈവ് ടു അറ്റൈൻ ആൻ അപ്രോപ്രിയേറ്റ് റിലേഷൻ വിത്ത് ദാറ്റ് എൻവയോൺമെന്റ് ഇൻ ഓർഡർ ടു സർവൈവ്. അതുപോലെ തന്നെ സർവൈവ് ചെയ്യാൻ വേണ്ടിയിട്ട് ആ ഒരു എൻവയോൺമെന്റിനോട് നല്ലൊരു റിലേഷൻ കീപ്പ് നമ്മുടെ ഒരു ഓർഗനൈസേഷൻ കീപ്പ് ചെയ്യുന്നുണ്ട് എന്നാണ് പറയുന്നത്. നെക്സ്റ്റ് പോയിന്റ് ആണ് ആസ് ആൻ ഓപ്പൺ സിസ്റ്റം ഇറ്റ് ഇൻഫ്ലുവൻസ് ആൻഡ് ഈസ് ഇൻഫ്ലുവൻസ്ഡ് ബൈ ദി എൻവയോൺമെന്റ് ത്രൂ ദ പ്രോസസ് ഓഫ് ഇന്റർഡിപെൻഡൻസി. ഇന്റർഡിപെൻഡൻസി പ്രോസസ്സിലൂടെ നമ്മുടെ എൻവയോൺമെന്റുമായിട്ട് നമ്മൾ ഈ ഒരു ഓപ്പൺ സിസ്റ്റം ഇൻഫ്ലുവൻസ് ചെയ്യുന്നുണ്ട്, അതുപോലെ തന്നെ ഇൻഫ്ലുവൻസ്ഡ് ആയിട്ടുണ്ട്. സോ വിച്ച് റിസൾട്ട് ഇൻ എ ഡൈനാമിക് ഇക്വിലിബ്രിയം. അതൊരു ഡൈനാമിക് ഇക്വിലിബ്രിയം, അതായത് ഒരു ചേഞ്ചിങ് ഇക്വിലിബ്രിയത്തിലോട്ട് അത് ഈ ഒരു നമ്മളിങ്ങനെ ഇന്റർഡിപെൻഡൻസിയുടെ പ്രോസസ്സിലൂടെയുള്ള നമ്മുടെ ഈ എൻവയോൺമെന്റിന്റെ ഇൻഫ്ലുവൻസസ് ഒക്കെ വളരെയധികം സഹായിച്ചിട്ടുണ്ട് എന്നാണ് പറയുന്നത്. ആൻഡ് ഇറ്റ് ഈസ് ഇൻ കണ്ടിന്യൂവൽ ഇന്ററാക്ഷൻ വിത്ത് ഇറ്റ്സ് എൻവയോൺമെന്റ് therefore achieves a steady state or dynamic equilibrium. അതായത് നമ്മുടെ ഓപ്പൺ സിസ്റ്റം എന്ന് പറഞ്ഞാൽ എപ്പോഴും നമ്മുടെ ഈ ഒരു എൻവയോൺമെന്റിനോട് ഇടപഴകുകയാണ് അല്ലെ. സോ ഇങ്ങനെയുള്ള നമ്മളെ തുടർച്ചയായിട്ടുള്ള നമ്മൾ ഈ ഒരു എൻവയോൺമെന്റിനോടുള്ള ഈ ഒരു ഇന്ററാക്ഷൻ നല്ലൊരു ഡൈനാമിക് ഇക്വിലിബ്രിയം അല്ലെങ്കിൽ സ്റ്റീഡി സ്റ്റേറ്റിലോട്ടൊക്കെ അച്ചീവ് ചെയ്യാൻ വളരെയധികം സഹായിക്കും എന്നാണ് പറയുന്നത്. നെക്സ്റ്റ് പോയിന്റ് ആണ് ലൈക്ക് അതർ ഓപ്പൺ സിസ്റ്റം ദ ഓർഗനൈസേഷൻ സിസ്റ്റം മേ ബി എക്സ്പ്രസ്ഡ് ഇൻ ടേംസ് ഓഫ് ഇൻപുട്ട് ഔട്ട്പുട്ട് മെക്കാനിസം. മറ്റുള്ള ഓപ്പൺ സിസ്റ്റത്തെ പോലെ തന്നെ ദ ഓർഗനൈസേഷൻ സിസ്റ്റത്തിന് നമ്മൾ എക്സ്പ്രസ് ചെയ്യുന്നത് ഇൻപുട്ട് ഔട്ട്പുട്ട് മെക്കാനിസം എന്ന രീതിയിലാണ്. all systems transform inputs into outputs. എല്ലാ സിസ്റ്റം ഇൻപുട്ടിനെ ഔട്ട്പുട്ട് ആക്കി ട്രാൻസ്ഫോം മാറ്റുന്നുണ്ട്. സോ ദ സിസ്റ്റം ഈസ് വ്യൂഡ് ആസ് എ ട്രാൻസ്ഫോർമേഷൻ പ്രോസസ് ഇൻ ഡൈനാമിക് ഇന്ററാക്ഷൻ വിത്ത് ഇറ്റ്സ് എൻവയോൺമെന്റ്. അതായത് ഈ ഒരു സിസ്റ്റത്തെ നമ്മൾ കണക്കാക്കുന്നത് എൻവയോൺമെന്റുമായിട്ടുള്ള ആ ഒരു ഡൈനാമിക് ഇന്ററാക്ഷന് വേണ്ടിയിട്ടുള്ള ഒരു ട്രാൻസ്ഫോർമേഷൻ പ്രോസസ് ആയിട്ടാണ് നമ്മൾ ഈ ഒരു സിസ്റ്റത്തെ കണക്കാക്കുന്നത്. ആൻഡ് ലാസ്റ്റ് പോയിന്റ് ആണ് there are 3 basic elements in the input output model. ഇൻപുട്ട് ഔട്ട്പുട്ട് മോഡലില് 3 ബേസിക് എലമെന്റ്സ് ആണ് വരുന്നത്. അതിൽ ഫസ്റ്റ് എലമെന്റ് എന്ന് പറയുന്നത് ഇൻപുട്ട് ആണ്. ഇൻപുട്ട് എന്ന് പറഞ്ഞാൽ ദ റിസോഴ്സസ് ദാറ്റ് ആർ അപ്ലൈഡ് ടു ദ പ്രോസസിംഗ് ഫംഗ്ഷൻ. നമ്മൾ പ്രോസസിംഗ് ഫംഗ്ഷന് വേണ്ടി നമ്മൾ അപ്ലൈ ചെയ്തിട്ടുള്ള റിസോഴ്സസ് ആണ് ഇൻപുട്ട്. രണ്ടാമത്തതാണ് പ്രോസസ്സസ് ദ ആക്ടിവിറ്റീസ് ആൻഡ് ഫംഗ്ഷൻ ദാറ്റ് ആർ പെർഫോം ടു ട്രാൻസ്ഫോം ദ റിസോഴ്സസ്. നമ്മളെ റിസോഴ്സസ് ട്രാൻസ്ഫോം ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ആക്ടിവിറ്റീസ് അല്ലെങ്കിൽ ഫംഗ്ഷൻസിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്, പ്രോസസ്സസ് എന്ന് പറയുന്നത്. ആൻഡ് മൂന്നാമത്തെ ബേസിക് എലമെന്റ് ആണ് ഔട്ട്പുട്ട് ദ പ്രൊഡക്ട്സ് ആൻഡ് സർവീസസ് ദാറ്റ് കം ഔട്ട് ഓഫ് ദി സിസ്റ്റം. സിസ്റ്റത്തിൽ നിന്നും നമുക്ക് തിരിച്ചു കിട്ടുന്ന പ്രൊഡക്ട്സ് അല്ലെങ്കിൽ സർവീസിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്, ഔട്ട്പുട്ട് എന്ന് പറയുന്നത്. സോ അത്രയും കാര്യങ്ങളാണ് ഇവിടെ പറഞ്ഞിട്ടുള്ളത്. സോഴ്സ് ഓഫ് എനർജി, മെറ്റീരിയൽ, ഇൻഫർമേഷൻ ആൻഡ് ഹ്യൂമൻ റിസോഴ്സസ്, ഇൻപുട്ട്, ട്രാൻസ്ഫോർമേഷൻ മെക്കാനിസം, ഔട്ട്പുട്ട് ആൻഡ് യൂസേഴ്സ്. സോ ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ഈ ഒരു വീഡിയോയിൽ ഡിസ്കസ് ചെയ്യുന്നത്. സോ ഈ ഒരു യൂണിറ്റ് 1ന്റെ അപ്രോച്ചസ് ടു അണ്ടർസ്റ്റാൻഡിംഗ് ഓർഗനൈസേഷന്റെ പാർട്ട് 2 നമുക്ക് ഈ ഒരു യൂണിറ്റിന്റെ ബാക്കി ഭാഗങ്ങൾ ഡിസ്കസ് ചെയ്യാം. താങ്ക് യു.